പോരായ്മ, ഒരു ന്യൂനത ഒരു മനുഷ്യനിൽ വരുന്നത് കൊണ്ട് അത് അയാൾ ആക്ഷേപിക്കാനുള്ള ഒരു ആയുധമാക്കരുത്. നാക്കിൽ പിഴ സ്വാഭാവികമാണ്. നോക്കൂ നിങ്ങൾ, ഇതൊരു കലയായി യൂട്യൂബെല്ലാം തുറന്നാൽ ഒരു ട്രോൾ എന്ന് പറയുന്നത് എൻജോയ്മെൻ്റായി രാഷ്ട്രീയ തലങ്ങളിലാണെങ്കിലും മതപരമായാണെങ്കിലും ആളുകളിൽ പറ്റുന്ന അബദ്ധങ്ങളെ, ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളെ ആഘോഷമാക്കുന്ന പ്രവണത വലിയ രൂപത്തിൽ വ്യാപകമായി വരുന്ന കാലത്ത് ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്, അഭിമാനത്തിന് വിലയുണ്ട്. പരിഹാസങ്ങളും ട്രോളുകളുമെല്ലാം വളരെ വ്യാപകമാവുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലും പരിഹസിക്കുന്നതിലുമെല്ലാം ആനന്ദിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം വ്യാപകമാകുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും വല്ല അബദ്ധങ്ങൾ പറ്റിയാലോ നാക്കിൽ പിഴ പറ്റിയാലോ അവരെ പരിഹസിച്ച് ട്രോളി അത് ആസ്വദിക്കുന്നത് ഒരു വിനോദമായി കാണുന്ന ഒരു ജനറേഷനാണ് പുതിയ തലമുറ. മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുകയും മ്യൂച്വൽ റെസ്പെക്റ്റ്, മുഅ്മിനീങ്ങൾ പരസ്പരം അഭിമാനങ്ങളെ വകവെച്ചു നൽകുകയും ന്യൂനതകളെ മറച്ചു പിടിക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പരിചിതമായ, നമ്മൾ പലപ്പോഴും ഓതാറുള്ള ഒരധ്യായമാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന സൂക്തം കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുൽ ഹുമസ എന്ന് പറയുന്ന അധ്യായം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വൈല് എന്ന് പറഞ്ഞാൽ അൽ അദാബു വൽ ഹലക വഖീല വാദിം ഫി ജഹന്നം, നാശം, കഷ്ടം, അല്ലെങ്കിൽ നരകത്തിലെ ഒരു താഴ്വരയിൽ സുനിശ്ചിതമായി കടക്കേണ്ടി വരുന്ന ഒരു വിഭാഗം. വൈലുൻ കഷ്ടമാണ്, അല്ലെങ്കിൽ നഷ്ടമുണ്ട്, അല്ലെങ്കിൽ നരകത്തിലെ വൈൽ എന്ന് പറയുന്ന താഴ്വരയിൽ സുനിശ്ചിതമായി കഴിയേണ്ടി വരും. ആര്? ലിക്കുല്ലി ഹുമസ, എല്ലാ കുത്തിപ്പറയുന്നവരും. കുത്തിപ്പറയുന്ന ആളുകളുണ്ടാവും. വല്ലുമസ, ദുഷിച്ചു പറയുന്ന അഥവാ കുറവാക്കി പറയുന്നവരും അവർക്ക് കഷ്ടമാണ്, വിജയമുണ്ടാവുകയില്ല, പരാജയമാണ്, നാശമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴാണ് ഈ പരിഹാസങ്ങളും മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്തലും വില കുറച്ച് കാണുന്ന ഒരു പ്രവണതയും സ്വഭാവവും ഉണ്ടാകുന്നത്? അല്ലദീ ജമഅ മാലം വഅദ്ദദ, ധനം ശേഖരിച്ചുണ്ടാക്കി അത് വേണ്ടപ്പെട്ട വിഷയങ്ങളിലൊന്നും വിനിയോഗിക്കാതെ അഹങ്കാരപൂർവം അതിൻ്റെ എണ്ണവും വണ്ണവും മാത്രം ചിന്താവിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ, ധനം കുറഞ്ഞവരെ, പാവപ്പെട്ടവരെ കാണുമ്പോൾ പരിഹാസവും ഇകഴ്ത്തലുമെല്ലാം അവരിലുണ്ടാകുന്ന ഒരു പ്രവണതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത് കാണാം. ഇത് ഈ ഒരു ആയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വൈൽ എന്ന നാശം അല്ലെങ്കിൽ കഷ്ടം, എന്തൊരു കഷ്ടമാണ്! കുത്തിപ്പറയുന്ന, ദുഷിച്ചു പറയുന്ന, ഐബാക്കി പറയുന്ന, മോശമാക്കി പറയുന്ന, ചീത്തയാക്കുന്നവർക്ക് നഷ്ടമുണ്ട്, പരാജയമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ, നമ്മുടെ പരിഹാസത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് മുഫസ്സിറുകൾ സൂചനകൾ നൽകുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹുമുൽ മശ്ശാഊന ബിൻ നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ. ആരാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നവർ, കുത്തിപ്പറയുന്നവർ? ആരാണ് മറ്റുള്ളവരെ കുറവാക്കുന്നവർ, ദുഷിച്ചു പറയുന്നവരാരാണ്?
അവർ മറ്റുള്ളവർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി, പരസ്പരം ഭിന്നതകൾ ഉണ്ടാക്കാൻ വേണ്ടി, അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, സൗഹൃദങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ അവർ വിജയിക്കാനേ പോകുന്നില്ല, അവർക്ക് നഷ്ടമാണ്. വൈല് എന്ന് പറയുന്ന നരകത്തിലെ താഴ്വരയിലാണ് അവരുടെ നിത്യവാസം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ശിറാറു ഇബാദില്ലാഹി തആല അൽ മശാഊന ബിൻ നമീമ, ഏഷണി പറഞ്ഞുണ്ടാക്കി പരസ്പരം ജനങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന്, അപകടകാരികളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ ആലിയ, അതുപോലെ തന്നെ മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു ഒക്കെ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി പറയുന്നത് അൽ ഹുമസ എന്ന് പറഞ്ഞാൽ അല്ലദീ യഗ്താബു വയത്അനു ഫീ വജ്ഹിർ റജുൽ, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന, കുറവാക്കുകയും ചെയ്യുന്നവർക്കാണ് അൽ ഹുമസ എന്ന് പറയുന്നത്. എന്നാൽ ലുമസ എന്നാൽ അല്ലദീ യഗ്താബുഹു മിൻ ഖൽഫിഹി ഇദാ ഗാബ. ലുമസ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അസാന്നിധ്യത്തിൽ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അവരില്ലാത്ത സമയത്ത് അവരെപ്പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് അവരുടെ വില സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. രണ്ടും കുഴപ്പമാണ്. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അയാൾ ആക്ഷേപിക്കുന്നതും കുത്തിപ്പറയുന്നതും അയാളുടെ ന്യൂനതകൾ പറയുന്നതും അയാളുടെ ആക്ഷേപങ്ങൾ പറയുന്നതും. മറ്റൊന്ന് ലുമസ എന്ന് പറഞ്ഞാൽ അയാളുടെ അസാന്നിധ്യത്തിൽ വെച്ച് അയാളെ കുറ്റപ്പെടുത്തുന്ന, അയാളുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതും നാശവും കഷ്ടവും പരാജയവും ഉണ്ടാകാൻ കാരണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല മുഖാത്തിൽ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം താബിഉകളിൽ പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കളാണ്. മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പറയുന്നത് ഹുമസ എന്നാൽ ഗൈബത്തിൽ പറയുന്നതാണ്, അസാന്നിധ്യത്തിൽ പറയുന്നതാണ്. ലുമസ എന്നാൽ മുഖത്ത് നോക്കി ആക്ഷേപം പറയുന്നതുമാണ് എന്നാണ്. എന്നാൽ ധാരാളം മുഫസ്സിറുകൾ, ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് അഹാമിസ്, ദുഷ്ടിച്ച് പറയുന്നവൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൈകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് പ്രഹരിക്കുന്നവരാണ്. യഹ്മിസുന്നാസ ബിയദിഹി വയദ്രിബുഹും, ജനങ്ങളെ കൈകൾ കൊണ്ട് ആക്രമിക്കുന്ന ആളുകൾ, അക്രമങ്ങൾ ഉണ്ടാവുക. ലുമസ എന്നാൽ നാവുകൊണ്ട് അവരാക്ഷേപിക്കുകയും കുറ്റം പറയുകയും അവരധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആംഗ്യവിക്ഷേപങ്ങൾ കൊണ്ടുള്ള പരിഹാസങ്ങൾ പോലും മറ്റുള്ളവരോട് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നത് യഹ്മിസു ബിലിസാനി, ഹുമസ എന്നാൽ നാവ് കൊണ്ടുള്ളതും വയൽമിസു ബി ഐനൈഹി, കണ്ണുകൾ കൊണ്ട് കാണിക്കുന്ന ആംഗ്യവിക്ഷേപങ്ങളിലൂടെയുള്ള പരിഹാസമാണ് ലുമസ കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. നമ്മൾ ചിലപ്പോൾ ഒരാളുടെ ബാക്കിൽ നിന്ന് കണ്ണുകൊണ്ട് അയാളുടെ പരിഹാസം എന്ന രൂപേണ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ചേഷ്ടകൾ എല്ലാം ഈ ഗണത്തിൽ വരും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ താക്കീത് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് ഒരാളെയും വാക്കുകൾ കൊണ്ട്, ആംഗ്യങ്ങൾ കൊണ്ട് അവരുടെ പിറകിൽ നിന്നോ സാന്നിധ്യത്തിൽ നിന്നോ അഭാവത്തിൽ നിന്നോ ആക്ഷേപിക്കാനും മോശമാക്കാനും പരിഹസിക്കാനും അവരുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താനും പാടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജുറാത്തിലെ 11ാമത് സൂക്തം വളരെ വിപുലമായി ഈ ഒരു ആശയത്തെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, സത്യവിശ്വാസികളെ, നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഈ പരിഹസിക്കപ്പെടുന്നവർ, അവർ പരിഹസിക്കുന്നവരെക്കാൾ ഒരുപക്ഷെ അവരായിരിക്കാം നല്ലവർ, പരിഹസിക്കപ്പെടുന്നവരായിരിക്കാം നല്ലവർ. സമൂഹത്തിൽ പരിഹസിക്കപ്പെടുന്ന വിഭാഗം ഈ പരിഹസിക്കുന്നവരെക്കാൾ എത്രയോ നല്ലവരായിരിക്കാം. വീണ്ടും ഈ പരിഹാസങ്ങൾ ഏറ്റവും കൂടുതൽ വ്യാപകമായി
കാണപ്പെടാറുള്ളത് സ്ത്രീകൾക്കിടയിലാണ്. ഖുർആൻ പറയുന്നു, വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. സ്ത്രീകളിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ആക്ഷേപിച്ച് പറയുന്ന, പരിഹസിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകരുത്. കാരണം അവരൊരുപക്ഷെ മറ്റുള്ളവരെക്കാൾ, പരിഹസിക്കപ്പെടുന്നവർ ഒരുപക്ഷെ പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായേക്കാം. എന്നിട്ട് ഖുർആൻ പറയാണ്, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ അന്യോന്യം കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കിത് ആക്ഷേപമാണെന്ന് തോന്നൂല, പക്ഷെ കേൾക്കുന്ന ആൾക്കറിയാം ഇത് കുത്തുവാക്കാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ വേദനകൾ ഉണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ പ്രയോഗിക്കരുത്. വിശുദ്ധ ഖുർആൻ പറയാണ്, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. മാത്രമല്ല, നിങ്ങൾ പരസ്പരം പരിഹാസപ്പേരുകൾ വിളിച്ച് അപമാനിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഇരട്ടപ്പേരുകൾ വിളിക്കരുത്. ബിഅ്സലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. സത്യവിശ്വാസം കൈകൊണ്ടതിന് ശേഷവും അധാർമികമായ അഥവാ ചീത്ത പേര് വിളിക്കുന്നത് എത്രമാത്രം ചീത്തയായ ഒരു പ്രവർത്തനമാണ്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് വിളിക്കാൻ പാടില്ല. നമ്മളൊക്കെ ഇരട്ടപ്പേര്, പലർക്കും ചിലപ്പോൾ ഇരട്ടപ്പേരുണ്ടാവും. ഇരട്ടപ്പേര് അയാൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാൾ ഒരിക്കലും ആ പേര് കൊണ്ട് അഭിസംബോധന ചെയ്യാൻ പാടില്ല, അയാളെ വിളിക്കാൻ പാടില്ല. ഖുർആൻ പറയാണ്, എന്തൊരു മോശമായ പ്രവർത്തനമാണ് ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത പേര് വിളിക്കുക എന്ന് പറയുന്നത്. വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അങ്ങനെ ആരെങ്കിലും പശ്ചാത്തപിക്കാത്ത പക്ഷം, അള്ളാഹുവിനോട് തൗബ ചെയ്യാത്ത പക്ഷം അവർ തന്നെയാണ് അക്രമകാരികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പോൾ പരസ്പരമുള്ള ബഹുമാനം, ഒരാളുടെ വ്യക്തിത്വത്തിനൊരു മുസ്ലിം കൽപ്പിക്കേണ്ട ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു കാരണം കിട്ടിയാൽ മറ്റുള്ളവരുടെ മേൽ കയറാൻ വേണ്ടി വ്യഗ്രത കാട്ടുന്ന, അതിനെ ട്രോളാക്കുന്ന, പരിഹസിക്കുന്ന, ആരെങ്കിലും അത് പടച്ചു വിടുമ്പോൾ അത് കണ്ടുകൊണ്ട് എൻജോയ് ചെയ്യുന്ന, നമ്മളൊക്കെ അങ്ങനെ ട്രോൾ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആലോചിക്കണം, മറ്റുള്ളവരുടെ പരിഹാസങ്ങളല്ല തമാശകളെന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മോട് ഈ വിഷയസംബന്ധമായി സൂചിപ്പിക്കുന്നത് ഈ ആയത്തിറങ്ങിയ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സ്ത്രീകൾക്കിടയിൽ പരസ്പരം മുഫസ്സിറുകൾ പറയുന്നത് കാണാം, നബി തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട 2 ആളുകൾ അവരിങ്ങനെ പരസ്പരം സംസാരത്തിനിടയിൽ ഒരാളെ ആക്ഷേപിക്കുന്ന സ്വരം അവരിൽ നിന്ന് വന്നുപോയപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ സൂചിപ്പിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ നബിയല്ലാഹ് ഇന്നഹാ ലഖസീറ. ആ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ കുള്ളത്തിയായുള്ള ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ് എന്ന ഒരു പ്രയോഗം വന്നപ്പോൾ അതുപോലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് ഹദീസുകളിലെല്ലാം മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം, ഒരു പ്രവണത നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അയ്യറ മുഅ്മിനൻ ബിദംബിൻ താബ മിൻഹു. മുഅ്മിനാകുമ്പോൾ എന്നല്ല, മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ സ്വാഭാവികമാണ്. മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകാം. ആ തെറ്റുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ആ തൗബ ചെയ്ത ആളെ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യബ്തലിയഹു ബിഹി, അവനെ ആ തൗബ സ്വീകരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പിന്നെ അവനെ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും പാടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ആരെങ്കിലും തൗബ ചെയ്ത ഒരാളെ കുറ്റപ്പെടുത്തിയാൽ ഹഖ്ഖൻ അലല്ലാഹി അൻ യബ്തലിയഹു ബിഹി വയഫ്ദഹു ഫീഹി ഫിദ്ദുനിയ വൽ-ആഖിറ. ആ കുറ്റം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഈ പരിഹസിക്കുന്നവനെ അല്ലാഹു പരീക്ഷിക്കുകയും വഷളാക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഒരു പോരായ്മ, ഒരു ന്യൂനത ഒരു മനുഷ്യനിൽ വരുന്നത് കൊണ്ട് അത് അയാൾ ആക്ഷേപിക്കാനുള്ള ഒരു ആയുധമാക്കരുത്. നാക്കിൽ പിഴ സ്വാഭാവികമാണ്.
നോക്കൂ നിങ്ങൾ, ഇതൊരു കലയായി. യൂട്യൂബെല്ലാം തുറന്നാൽ ഒരു ട്രോൾ എന്ന് പറയുന്നത് എൻജോയ്മെൻ്റായി. രാഷ്ട്രീയ തലങ്ങളിലാണെങ്കിലും മതപരമായാണെങ്കിലും ആളുകളിൽ പറ്റുന്ന അബദ്ധങ്ങളെ, ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളെ ആഘോഷമാക്കുന്ന പ്രവണത വലിയ രൂപത്തിൽ വ്യാപകമായി വരുന്ന കാലത്ത് ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്, അഭിമാനത്തിന് വിലയുണ്ട്,